ശ്രീജി ലൂക്കോസ്, താങ്കൾ മറ്റു വിദേശ രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുകയുണ്ടായി. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലെ പുകൾപ്പറ്റ ആരോഗ്യ സംവിധാനത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ വയറ്റിലൊരു കത്രികയുമായി വർഷങ്ങളോളം ജീവിക്കേണ്ടി വരികയും തൻ്റേതല്ലാത്ത കുറ്റത്തിന് ജീവിതകാലം മൊത്തം അതിൻ്റെ വേദന പേറേണ്ടി വരികയും ഒടുവിൽ അതിൻ്റെ ശുദ്ധമായ ചികിത്സാ പിഴവിൻ്റെ ഇരയായി ചികിത്സ തേടാൻ കേരളത്തോട് പണം തായോ എന്ന് സഹായം അഭ്യർത്ഥിക്കേണ്ടി വരുന്ന ഗതികേട് എവിടെയെങ്കിലും ഉണ്ടാവുമോ? ഒരു ICUവിൽ എന്താണ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ അവരുടെ പാതി മയക്കത്തിൽ പീഡിപ്പിച്ചൊരുത്തനെ സംരക്ഷിക്കാൻ നടക്കുന്ന നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. എവിടെയെങ്കിലും ഉണ്ടാവുമോ സാർ ഇത്തരം നടപടികൾ, ഇത്തരം വിചിത്ര ആചാരങ്ങൾ? റജി ലൂക്കോസ്. ആഷ്മി, ഞാൻ ആഷ്മിയോടൊരു ഒരു പ്രത്യേക കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഡിബേറ്റിൽ പറഞ്ഞ ഹരിദാസ് സാറോ ചർച്ചയിലുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും കുതിപ്പ് നടത്തിയിട്ടുള്ള രാജ്യമെന്ന് അവകാശപ്പെടുന്നത് US-ൽ ചികിത്സാ പിഴവിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 3.1%. കേരളത്തിൽ അത് 1.2% ഉള്ളൂ. അതാണ് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ലോകത്തിന് മാതൃക. നിങ്ങൾക്ക് ഇവിടെ ക്രോസ് ചെക്ക് ചെയ്യാം. പക്ഷേ അർച്ചനയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാനൊക്കെ എത്രയോ ചർച്ചകളിൽ അവർക്കൊപ്പം നിന്നിട്ടുള്ള അത് വലിയൊരു തെറ്റ് തന്നെയാണ്. പെശക് പറ്റാത്ത ഒരു സംവിധാനം ഇന്നുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഒരു പ്രോഡക്റ്റ് ഉണ്ടായിട്ടില്ല. സാറ്റലൈറ്റിന് വരെ അപകടം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അർച്ചനയ്ക്ക് ഈ വിഷയം വന്ന ഉടനെ തന്നെ സർക്കാർ അടിയന്തരമായിട്ട് 2 ലക്ഷം രൂപ അനുവദിച്ചു. ആ സഹോദരി വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവർക്കത് സംഭവിച്ച താമരശ്ശേരി എവിടെ അടിയന്തരമാണ്? ഏത് അടിയന്തരത്തിന്റെ കാര്യം അങ്ങ് പറയുന്നത്? ഏത് അടിയന്തരത്തിന്റെ കാര്യം പറയുന്നത്? നമുക്കറിയാതെ നമ്മളാണല്ലോ ഈ വാർത്ത പുറത്തു വിട്ട് ഈ വാർത്തയ്ക്ക് പിന്നാലുണ്ട് നമ്മളാണല്ലോ. റജി ലൂക്കോസ്, എപ്പോഴാണ് 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഈ പറയുന്ന കത്രിക വയറ്റിപ്പേറിക്കൊണ്ട് നടന്നു വർഷങ്ങളോളം, അതിന്റെ വേദന വർഷങ്ങളോളം അനുഭവിച്ചു. അതിനുശേഷം അത് കത്രിക പുറത്തെടുത്തു. ലാസ്റ്റിക കത്രികയാണോ മറ്റെന്തോ സാധനമാണോ എന്നുള്ള ചർച്ച നടന്നു. അത് എവിടുന്നാണെന്നുള്ള ചർച്ചകൾ വർഷങ്ങളോളം നടന്നു. ഒടുവിൽ സമരത്തിനായി സമരപന്തലിലേക്ക് എത്തി. അപ്പോഴാണ് 2 ലക്ഷം രൂപയുടെ എന്താണ് ഇവർ അനുഭവിച്ച വേദനയ്ക്ക് അക്കാലം അത്രയും അവർ മുടക്കിയ പണത്തിന്റെ കുടിശ്ശം പോലും ഇല്ലാത്ത നഷ്ടപരിഹാര പ്രഖ്യാപനം വേണ്ട എന്ന് പറയും. ആത്മാഭിമാനമുണ്ട് അർച്ചനയ്ക്ക്. റജി ലൂക്കോസ്. അല്ല, ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, അർച്ചന എന്ന് പറയുന്ന ആ പാവസ്ത്രീയോടൊപ്പമാണ് ഈ കേരളീയ പൊതുസമൂഹം മുഴുവൻ. അതിലൊരു തർക്കമില്ല. അതിനെ നിങ്ങൾ വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ചികിത്സാ പിഴവ് സംഭവിച്ച ഡോക്ടർമാരെ പോലീസ് അന്വേഷണത്തിന് കണ്ടുപിടിക്കുകയും അവരുടെ പേരിൽ ഇപ്പോൾ FIR വരെ ഇട്ടിരിക്കുക. മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയിട്ടില്ല സാർ. തെറ്റുകൾ മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയത് പോലീസാണ്. ഞാനെന്ന് ആ പിഴവിന്റെ കാരണക്കാരനാണ് ആരാണെന്ന് അവിടുത്തെ കൂലങ്കുഷമായി ചിന്തിച്ച മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയത് പോലീസാണ്. എങ്ങനെയാണ് ഹർഷിന സമരരംഗത്തേക്ക് നിരന്തരം തെരുവിലിരുന്നപ്പോ? പറയൂ ആഷ്മി, ഒരു ഗവൺമെന്റിന് എടുക്കാവുന്ന നടപടികൾ മുഴുവൻ ഈ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ കുട്ടിയുടെ കാര്യത്തിൽ പോലും അടിയന്തരമായിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അടിയന്തര റിപ്പോർട്ട് ലഭിച്ച ഉടനെ ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ അതിന് വസ്തുതകൾ പിന്നെ പുറത്തു വരുന്നത്. ഞാൻ നിങ്ങളുടെ ഒറ്റ കാര്യത്തോട് പറഞ്ഞ ചർച്ച ഞാൻ നിർത്താം. അത് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ നേരത്തെ ഹരിദാസ് സാർ പറഞ്ഞു സ്വകാര്യ ലോബി. ഞാൻ അങ്ങയെക്കുറിച്ച് പറയത്തില്ല. അങ്ങനെ ഒരു ആളുമില്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അങ്ങനെ ഒരു നല്ല സുഹൃത്തൂടെ. കോട്ടയം മെഡിക്കൽ കോളേജിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നുണ്ടെങ്കിൽ ഒരു വൃക്ക മാറ്റി ശസ്ത്രക്രിയയ്ക്ക് 60,000 രൂപയാണ് ചെലവ്. ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഞങ്ങളാരും പറയുന്നതല്ല, അല്ലെങ്കിൽ വേണം അന്വേഷിച്ച് നോക്കൂ. ഇവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ലക്ഷക്കണക്കിന് രൂപയാണ്. ഡോക്ടർ വിജയകുമാറിന്റെ നേതൃത്വത്തിൽ ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് നടന്നു. 24 റിപ്പോർട്ട് ചെയ്താൽ 2 ലക്ഷം രൂപ ചെലവ്. സ്വകാര്യ ആശുപത്രി 50-60 ലക്ഷം രൂപയാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞാലും ഇനി എന്ത് ഗൂഢാലോചന, ഇനി എന്ത് മാധ്യമങ്ങളുടെ ഇടപെടൽ എന്ന് പറഞ്ഞാലും ഹർഷിന ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. ഹർഷിനയുടെ വയറ്റിൽ കത്രിക വെച്ച് മറന്ന അയാൾ ആരാണ് എന്ന് അവിടുത്തെ മെഡിക്കൽ ബോർഡ് ആവർത്തിച്ച് കണ്ടെത്താൻ കഴിയില്ലെന്ന് പറഞ്ഞു. ലാസ്റ്റ് പോലീസ് FIR ഇട്ടു. പോലീസ് കണ്ടെത്തി ആരാണെന്ന്. അപ്പൊ കണ്ടെത്താൻ പറ്റാഞ്ഞിട്ടാണോ അതോ തെറ്റ് ചെയ്തവർക്കൊപ്പം കൂടെ നിൽക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണോ? അങ്ങനെ ഉണ്ടാവരുത് എന്നേ പറയുന്നുള്ളൂ. ഇനി ആവർത്തിക്കാതിരിക്കട്ടെ ഇനിയെങ്കിലും ആ മെഡിക്കൽ വീഴ്ച, ആ മെഡിക്കൽ നെഗ്ലിജൻസ്. കാരണം ഈ ജീവിതങ്ങൾ പരമസാധു മനുഷ്യരുടെ പാവം ജീവനുകളാണ്.